പുണ്യപാവനമായ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കുരിശുമലകൾ പരിചയപ്പെടുത്തുന്ന കുരിശുമലകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കുരിശുമലകളുടെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കിയുടെ ഹൃദയഭാഗത്തായ ഏലപ്പാറയിലാണ്. ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിന് കീഴിലുള്ള ഏലപ്പാറ കുരിശുമലയിലേക്കാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നതും പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നതും. മഞ്ഞും മലനിരകളും എല്ലാം ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു കുരിശുമലയാണ് ഏലപ്പാറ കുരിശുമല. കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മലമുകളിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മനോഹര ദൃശ്യങ്ങൾ അത് ഏവരുടെയും മനം കവരുന്നതാണ്. ഒപ്പം മലമുകളിലെ ആ ഒരു അത്ഭുത കുരിശ് ഒരുപാട് പേർക്ക് രോഗത്തിൽ നിന്നൊക്കെ മുക്തി നൽകുന്ന അത്ഭുതങ്ങൾ നിർഗളിക്കുന്ന ഒരു കുരിശാണ്, വിശുദ്ധ കുരിശാണ് മലമുകളിലുള്ളത്. കുരിശുമലകൾ എന്ന പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചും അവസാനം വരെ സ്നേഹിച്ചും സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു കുരിശുമല കയറ്റം നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയത് ഈ ഇൻഫന്റ് ജീസസ് ഇടവകയിലെ ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ഇടവകയിലെ വികാരി അച്ഛനായ ഫാദർ ജോസ് മാനുവൽ അച്ഛനാണ്. അച്ഛൻ തന്നെ നമ്മൾക്ക് ഈ ഒരു ദേവാലയത്തെക്കുറിച്ചും ഇവിടുത്തെ വിശ്വാസികളെക്കുറിച്ചൊക്കെ ആദ്യമേ ഒരു ആമുഖം നമുക്ക് വേണ്ടി പറയും. പ്രിയമുള്ളവരെ, ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനമുള്ള സ്ഥലമാണ് ഏലപ്പാറ. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യപകുതിയിലും അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ആരംഭിച്ച ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റം, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ മേഖല, ബ്രിട്ടീഷുകാരുടെ തേയിലത്തോട്ടങ്ങളുടെ ആരംഭം അത് ഈ ഏലപ്പാറയോടനുബന്ധിച്ചാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആളുകൾ, പ്രത്യേകിച്ച് ജോലിക്കായിട്ടുള്ള ആളുകൾ തമിഴ്നാട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏലപ്പാറയിലേക്ക് വരികയുണ്ടായി. ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏലപ്പാറ. അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വാഗമണ്ണ്, ഇന്ന് അങ്ങനെ അനേകം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ ഏലപ്പാറയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഈ ഒരു കുടിയേറ്റ ചരിത്രത്തിൽ, വിശ്വാസ ചരിത്രത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സാക്ഷ്യം വഹിക്കുന്ന സ്ഥലമാണ് ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ഇടവക. 15 കുടുംബങ്ങളുമായിട്ട് 1930 ആരംഭിച്ച വിശ്വാസ സമൂഹം സാവധാനം വളരുകയും ഇന്ന് അത് 450-ലധികം കുടുംബങ്ങളായിട്ട് ഈ ഇടവകയിൽ വളരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇടവക പ്രത്യേകിച്ച് കർമ്മലീത്ത വൈദികരുടെ തീക്ഷ്ണമായിട്ടുള്ള പ്രേക്ഷിത ചൈതന്യത്തിൽ നിറഞ്ഞ ഇടവകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ആരംഭിച്ച പ്രേക്ഷിത പ്രവർത്തനം ഈ മേഖലയിലെ അനേകം വിശ്വാസികളെ ഒരുമിച്ച് ചേർക്കുകയും ആ വിശ്വാസ സമൂഹം സാവധാനം വളരുകയും അത് 1962 മെയ് മാസം 9-ാം തീയതി ഈ പ്രദേശത്ത് ഇൻഫന്റ് ജീസസ് ഇടവകയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കർമ്മലീത്ത വൈദികരുടെ നിസ്സലമായിട്ടുള്ള സേവനം ഹൈറേഞ്ച് മേഖലയിൽ, പ്രത്യേകിച്ച് കുട്ടിക്കാനം ആസ്ഥാനമായി പ്രവർത്തിച്ച കർമ്മലീത്ത വൈദികർ, അവർ ഈ ഒരു ഹൈറേഞ്ച് മേഖലയുടെ പ്രത്യേകിച്ച് കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, ഏലപ്പാറ ഈ ഒരു മേഖലയിൽ തങ്ങളുടെ വിശ്വാസ ചൈതന്യം തെളിക്കുകയും അവർ നിരന്തരമായി ഇവിടെയുള്ള വിശ്വാസികൾക്ക് ആത്മീയ പോഷണം, ആത്മീയ പരിശീലനം നൽകുകയും വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ 1962 ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ഇടവക രൂപീകൃതമായി. രണ്ടാം സ്ഥലം
ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ഒരു ഏലപ്പാറ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇതാദ്യം അണ്ണൻ തമ്പി മല എന്നായിരുന്നു ഈ ഒരു കുരിശുമല അറിയപ്പെട്ടിരുന്നത്. കാരണം ഇരട്ടമലകളാണ്, ഒരേ രീതിയിൽ ഒരേ ആകൃതിയിൽ രണ്ട് മലകൾ. അതിൽ ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിപ്പെടാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഈ ഒരു മല കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്ന് രണ്ട് സൈഡും ഏകദേശം 7-ാം സ്ഥലം വരെ രണ്ട് സൈഡും വീടുകളുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പുൽമേടുകളാണ്, തേയിലത്തോട്ടമാണ്, പിന്നെ അവിടെ നിന്ന് ഒരു കുത്തനെ കയറ്റമാണ്. ഇതാണ് ഈ ഒരു കുരിശുമലയെക്കുറിച്ച് ആദ്യമേ കയറുമ്പോൾ തന്നെ നിങ്ങൾ പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ കുരിശുമലയുടെ ഈ ഒരു കയറ്റം നമുക്ക് തുടരാം. അങ്ങനെ നമ്മളിപ്പോൾ 6-ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. വിചാരിച്ച പോലെയല്ല, കുറച്ച് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഈ 6 സ്ഥലം വരെ കയറിയപ്പോൾ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളായിരുന്നു. ഇത്ര നേരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീടുകളുടെ ഇടയിലൂടെയുള്ള ഒരു കുരിശുമല കയറ്റമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി നല്ല തേയിലത്തോട്ടങ്ങളായി. അച്ഛാ, എന്നു മുതലാണ് ഈ ഒരു കുരിശുമല തീർത്ഥാടനം നമ്മൾ ആരംഭിച്ചതും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കും. 1930 ആരംഭിച്ച ചെറിയ വിശ്വാസ സമൂഹം അവരവരുടെ തപസ്സുകാല അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് 1945 ഈ അണ്ണൻതമ്പി മലയുടെ മുകൾ ഭാഗത്തായിട്ട് കുരിശ് സ്ഥാപിക്കുകയും അന്നുണ്ടായിരുന്ന വികാരിയുടെ നേതൃത്വത്തിൽ, വൈദികൻ്റെ നേതൃത്വത്തിൽ അവർ ഈ കുരിശുമല കയറാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1945 ആരംഭിച്ച ഈ കുരിശുമലയുടെ ചരിത്രം ഈ വർഷം 81ാമത്തെ വർഷമാണ്. പീരുമേട് താലൂക്ക്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖമായ അറിയപ്പെടുന്ന കുരിശുമലയായിരുന്നു ഈ ഏലപ്പാറ കുരിശുമല. ഈ ഒരു കുരിശുമല തേടി പ്രത്യേകിച്ച് തപസ്സുകാലം, ഏറ്റവും സവിശേഷമായിട്ട് ദുഃഖവെള്ളി ദിനങ്ങളിൽ വിശ്വാസ സമൂഹം, ഈ പ്രദേശത്തുള്ള ഇടവകങ്ങൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സകല വിശ്വാസികളും ഈ ഒരു കുരിശുമല തേടി ദുഃഖവെള്ളിയാഴ്ച കടന്നു വരുന്നു. ഈ ഒരു കുരിശുമല കയറ്റം അവർക്ക് വലിയ ആത്മീയ അനുഭവത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഈ കുരിശുമലകൾ കയറുന്നത് ത്യാഗമെടുത്ത്, പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കുരിശുമലകൾ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുരിശുമല, അതും ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കുരിശുമല, വളരെ ത്യാഗമെടുത്ത് നമ്മൾ കയറുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് കുരിശുമല കയറ്റം തുടരാം. വികാരിയച്ഛനോടൊപ്പം തന്നെ ഇടവകയിലെ കൈക്കാരന്മാരും അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹവും നമുക്കൊപ്പം കയറുന്നുണ്ട്. ഏഴാം സ്ഥലം ഈശോ മിശിഹായെ 2ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ലോകത്തെ വീണ്ടും രക്ഷിച്ചും മനുഷ്യഭാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വരികയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നമ്മൾ 7-ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. കുരിശിൻ്റെ വഴിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യം പകുതി സ്ഥലങ്ങളെത്തി. പക്ഷേ നമ്മൾ ഈ ഒരു മലകയറ്റം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ 7ാം സ്ഥലം വരെ എത്തിയത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് നമ്മൾ എത്തേണ്ടത് കാണുന്ന മലയുടെ അതിൻ്റെ ഏറ്റവും മുകളിലാണ്. അവിടെയാണ് സമാപന സ്ഥലം. കുത്തനെയുള്ള കയറ്റമാണ്, അതെങ്ങനെ കയറുമെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ വികാരിയച്ഛനും ഇടവക വിശ്വാസികളുമെല്ലാം ഈ നോമ്പുകാലത്ത് കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നൽകുന്ന ആ ഒരു ഊർജ്ജത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മല മുകളിൽ വരെ എത്താം.
തേയിലത്തോട്ടത്തിലൂടെ ആയിരുന്നെങ്കിലും വളരെ കഠിനമായ ഒരു മലകയറ്റമായിരുന്നു. ഇപ്പോൾ നമ്മൾ 10ാം സ്ഥലം വരെ എത്തിയിരിക്കുകയാണ്. ഇനി 4 സ്ഥലങ്ങൾ കൂടി നമുക്ക് പിന്നിടാനുണ്ട്. എന്തായാലും പിന്നിട്ട വഴികളെക്കുറിച്ചും ഇനി എങ്ങനെ കയറാനുള്ള വഴികളെക്കുറിച്ചൊക്കെ നമ്മളോട് ഈ ഇൻഫൻറ്റ് ജീസസ് ദേവാലയത്തിൻ്റെ കപ്പേരേട്ടൻ തന്നെ പറയും. ചേട്ടാ, ഇനി എങ്ങനെയാണ് ബാക്കിയുള്ളത്? സാഹസമായ കുരിശുമല കയറ്റമാണ്. പാറയുടെ പുറത്തൂടെയാണ് കയറേണ്ടത്. പണ്ട് ഞങ്ങൾ പാറയ്ക്കകത്തൂടെ ഇങ്ങനെ കൈ പിടിച്ച് ഓരോരുത്തർ കൈയെ പിടിച്ച് ഇങ്ങനെ കയറും. അതുപോലെ ഇറക്കി വരുന്നത് ഈ വഴി കൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ ആന്റണി നടക്കാൻ പറ്റൂല, കയറുന്നത്. അങ്ങനെ വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ധർമ്മരാജൻ എന്ന് പറയുന്ന അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാറയുടെ പുറത്ത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കല്ലുകൊത്തുകാരെ കൊണ്ടുവന്ന് ചെറിയ സ്റ്റെപ്പുകൾ കൊത്തി. ശ്രീനാരായണ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടുന്ന് താഴെ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും വെച്ച് ഒരു പ്രാവശ്യം കുറച്ച് സിമെൻറ്റ്, മണൽ ഇതൊക്കെ സഞ്ചിക്കകത്താക്കി കവറിനകത്താക്കി മേളോട്ട് കൊടുത്തു വിടും. അങ്ങനെ താഴെ നിന്ന് മേളിൽ കൊണ്ടുപോയി സ്റ്റെപ്പുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് മേളിൽ വരെ ചെയ്യേണ്ട ഇത് വന്നു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മേളിലോട്ടുള്ള ഈ 10ാം സ്ഥലത്തിൻ്റെ മേളിലുള്ള സാഹസമായ യാത്രയിൽ കുറച്ച് വ്യത്യാസം വന്നത്. പക്ഷേ ഇപ്പോഴും ആ സാഹസ യാത്ര തന്നെ ഉണ്ട്. കഠിനമായ ഈ സാഹസ യാത്ര എല്ലാവർക്കും ഈ പീരുമേട് മേഖലയിൽ മുഴുവൻ, ഇടുക്കി ഡിസ്ട്രിക്റ്റിന് മുഴുവനും ഒരു ഗുണമായി എല്ലാവരും ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഓരോ വർഷവും എൻ്റെ ചെറുപ്പക്കാലം മുതൽ ഇന്ന് വരെ 71 വയസ്സായിട്ടും ഞാൻ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വികാരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ കുരിശുമല കാലത്തെ 6 മണിക്ക് കയറും. അച്ഛൻ്റെ കൂടെ തന്നെ ഇറങ്ങി വരും. അതിൻ്റെതായ ഐശ്വര്യം ഞങ്ങളുടെ ഭവനത്തിലുമുണ്ട്. ഇന്ന് വരെയും ഒരു ആപത്തോ അനർത്ഥങ്ങളോ ഉണ്ടാകാതെ ഇന്ന് വരെയും ഞങ്ങൾ ഈ മല കയറുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് സാഹസികമായ യാത്ര തന്നെയാണെന്നാണ് നമ്മുടെ കപ്പേരേട്ടൻ പറയുന്നത്. ഇത്രത്തോളം ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്നു, പക്ഷേ എല്ലാവർക്കും ഇത് കയറാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 71 വയസ്സായ കപ്പേരേട്ടൻ വരെ നമ്മോടൊപ്പം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കയറാൻ സാധിക്കും. പക്ഷേ അത് കുറച്ച് ദുഷ്കരം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് മലകയറ്റം തുടരാം. ഇടുക്കിയിലെ ഏറ്റവും ഉയർന്ന മലയാണ്. അതുകൊണ്ട് തന്നെയും അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഈ ഒരു ഏലപ്പാറ കുരിശുമല കയറ്റത്തിലുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളോട് കപ്പേരേട്ടൻ പറഞ്ഞ പോലെ ഈ പാറകൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയായിരുന്നു അവർ കല്ല് കൊത്തി സ്റ്റെപ്പ് ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോൺക്രീറ്റൊക്കെ താഴെ നിന്ന് തലയിൽ ചുമടുമായി കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൈവരിയൊക്കെ പിടിപ്പിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി പിടിച്ച് ഈ പാറപ്പുറത്തേക്ക് കയറുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി കുത്തനെയുള്ള പാറയിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. പന്ത്രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വസിച്ചാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു. എനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്നിങ്ങനെ അങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. നമ്മൾ 14ാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. 14ാം സ്ഥലത്ത് എത്തിയപ്പോൾ ഒന്ന് ഇരിക്കേണ്ടതായിട്ട് വന്നു. കാരണം അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു ഈ മല കയറി ഇവിടെ എത്തിയപ്പോൾ തന്നെ. പക്ഷേ നമ്മൾ ആദ്യം താഴെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഇരട്ട മലകൾ, അണ്ണൻ തമ്പി മല എന്നൊക്കെ ഈ ഒരു ഏലപ്പാറ കുരിശുമലയ്ക്ക് മുമ്പുണ്ടായിരുന്ന പേരാണ്. അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു അണ്ണൻ മലയുടെ മുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ സമാപന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തമ്പി മലയുടെ മുകളിലേക്കും കൂടി എത്തണം. അത് തൊട്ടപ്പുറത്താണ്, കുറച്ചും കൂടി പോകണം. എന്തായാലും ഈ ഒരു 14ാം സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഈ ഒരു മലയുടെ ഏറ്റവും മുകളിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. 2 മലകളിൽ ഒരു മലയുടെ മുകളിൽ. അച്ഛാ,
ഈ ഒരു മലകളിൽ പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു ഏലപ്പാറ കുരിശുമലയിൽ പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ പെടവക വികാരി എന്ന നിലയ്ക്ക് അച്ഛൻ അറിയാൻ പറ്റും. അത് ഏതൊക്കെയാണ്? നമ്മളെ കേരളം മലകളാൽ സമൃദ്ധമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല മലനിരകളുടെ നാടാണ്. നമ്മുടെ ഏലപ്പാറ കുരിശുമലയെ സംബന്ധിച്ച് ഈ ഒരു കുരിശുമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സാഹസികമായ കുരിശുമലയാണ്. നമ്മളിപ്പോൾ കയറി വന്നപ്പം നമ്മളെല്ലാം അനുഭവിച്ചതാണ്. പക്ഷേ ഈ കുരിശുമല ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കയറാനായിട്ട് എളുപ്പമല്ലെങ്കിലും ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ തപസ്സുകാലത്തിൻ്റെ 6-ാം വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾ, അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അനേകായിരങ്ങൾ, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയിൽ അനേകായിരങ്ങൾ, ജാതിമത വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ ഈ കുരിശുമല കയറുന്നുണ്ട്. ഈ മല ബുദ്ധിമുട്ടുള്ള മലയാണ്, ഇത് കയറാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ശരിക്കും ആ ബുദ്ധിമുട്ട് അറിഞ്ഞു തന്നെ കർത്താവിൻ്റെ വഴികൾ പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി വിശ്വാസികൾ ഈ കുരിശുമല കയറുന്നുണ്ട്. അപ്പോൾ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഏലപ്പാറ ഇടവയിൽ വന്നിട്ട് ഇത് 3-ാമത്തെ വർഷമാണ്. വിജയപുരം രൂപതയിൽ, പ്രത്യേകിച്ച് വിജയപുരം രൂപത അധ്യക്ഷൻ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ പിതാവും അതുപോലെ തന്നെ ജസ്റ്റിൻ പിതാവും രൂപതയും ഈ ഒരു കുരിശുമല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാനും ഇത് പ്രോത്സാഹിപ്പിക്കാനും കാരണം ഇവിടെ കടന്നു വരുന്ന അനേകം വിശ്വാസികളുടെ സാക്ഷ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ വലിയ വിശ്വാസമാണ്. അവർ തലവേദനയുള്ളവർ, പ്രത്യേകിച്ച് തലവേദനയുള്ളവർ, അവർ 1-ാം കുരിശിൻ്റെ അവിടെ മുതൽ തലയിൽ കല്ലുമായിട്ടാണ് ഈ കുരിശുമല മുഴുവൻ കയറുന്നത്. സമാപന സ്ഥലം വരെ കയറുന്നത് തലയിൽ കല്ലുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ തലയിൽ കല്ല് ചുമന്ന് കൊണ്ടുവന്ന് അവർ സമാപന സ്ഥലത്ത് നിക്ഷേപിക്കാറുണ്ട്. അതിനുശേഷം അവരുടെ വലിയ വിശ്വാസവും വലിയ സാക്ഷ്യവുമാണ് ഒത്തിരി പേരുടെ മാറാ തലവേദനകൾ അത് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകളുടെ വളരെ സാധാരണമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ശരീരത്തിലെ അരിമ്പാറ, കയ്യിലുള്ളത്, അതുപോലെ തന്നെ മുഖത്തുള്ളത്, ഇതുപോലുള്ള അരിമ്പാറകൾ. അത് ഒത്തിരി പേരുടെ ഒരു നേർച്ചയായിട്ട് ഒരു ഉപ്പുമായിട്ട് വരുന്നു, അത് നേർച്ചയായിട്ട് ചുമന്നുകൊണ്ട് വരുന്നു. പിന്നെ ചിലർ ഇങ്ങനെ നാണയങ്ങൾ, ഓരോ സ്ഥലത്തും നാണയങ്ങൾ അത് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ കടന്നു വന്ന ഒത്തിരി പേരുടെ അരിമ്പാറകൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒത്തിരി പേരുടെ, പ്രത്യേകിച്ച് ഈ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഒത്തിരി പേര് ഈ ഒരു മലകയറ്റത്തിലൂടെ അവരുടെ ശാരീരികമായിട്ടുള്ള പല രോഗങ്ങൾ, പ്രത്യേകിച്ച് അവിടെ കാൽമുട്ടിൻ്റെ വേദന, നടുവിൻ്റെ വേദന, അങ്ങനെ മാറി വീണ്ടും വർഷങ്ങൾ തുടർച്ചയായിട്ട് ഈ മലയിലേക്ക് കയറി വരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇടവക്കാരുടെ ഒത്തിരി പേരുടെ സാക്ഷ്യം, അതുപോലെ ഇവിടെ കടന്നു വന്ന അനേകരുടെ ഇതര മതസ്ഥരായിട്ടുള്ള ക്രൈസ്തവരല്ലാത്ത ഒത്തിരി പേരുടെ സാക്ഷ്യം ഈ ഒരു കുരിശുമലയുടെ വിശ്വാസത്തിന് സാക്ഷ്യമായിട്ട് നിൽക്കുന്നുവെന്ന് സന്തോഷപൂർവ്വം പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ സമാപന സ്ഥലത്തിലേക്ക് പോവുകയാണ്. അത് ആ കാണുന്ന, എൻ്റെ പുറകിൽ നിന്ന് കാണുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിലാണ് സമാപന സ്ഥലം നിൽക്കുന്നത്. അത് 15-ാം സ്ഥലം കൂടിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് ഉയർപ്പിൻ്റെ, അത് ശൂന്യമായൊരു കുരിശാണ് ആ ഒരു 14-ാം സമാപന സ്ഥലത്തിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുർബാനകളൊക്കെ അവിടെ വെച്ച് നടത്താറുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കയറാം. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേയും അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാൻ കാവൽത്താൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 3600ഓളം അടി ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 3600ഓളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ. എന്നാലും ഇവിടെ വന്നപ്പോൾ കയറിയത് നല്ല കഷ്ടപ്പാടിലാണ്. ഈ ട്രക്കിംഗ് ചെയ്യുന്നവരും അല്ലെങ്കിൽ സാഹസികമായ മലകയറ്റം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു മലയാണ്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും പ്രാർത്ഥിച്ച് കയറാമെന്നതിന് ഉദാഹരണമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ. വിവിധ പ്രായത്തിലുള്ളവർ, കുട്ടികൾ മുതൽ 71 വയസ്സ് വരെയുള്ള ചേട്ടന്മാർ വരെ നമ്മോടൊപ്പം കയറി. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ കയറാൻ സാധിക്കും. പക്ഷേ ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു മലയാണ് ഈ ഒരു ഏലപ്പാറ കുരിശുമല എന്നത്. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിലെത്തി, ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്രദേശം. ഈ കയറിയ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ മറന്നു പോകുന്നു. ഒപ്പം നല്ല കാലാവസ്ഥ, നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു ചുറ്റും നിന്നാൽ നമുക്ക് കാണാം? ഇടുക്കി ജില്ല മുഴുവനും കാണാം അല്ലേ? തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ ഇടുക്കിയിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എറണാകുളമാണ് നിങ്ങളെ കാണുന്നത്. നേരെ അവിടെ ഇത് മേഘം മൂടി കിടക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കാണുന്നില്ല. ഇങ്ങേ ഭാഗത്ത് കാണാം വാഗമണ്ണ് ആ ഏരിയ കാണാം. നമ്മൾ നേരെ തിരിഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ കട്ടപ്പന, ഇതിങ്ങനെ കട്ടപ്പന ആ ഭാഗത്ത് തിരിഞ്ഞിങ്ങനെ കുമളി, പെരിയാർ അങ്ങനെ ആ ഒരു മേഖല കാണാം. എനിക്കൊന്ന് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയൊരു മലയുടെ ടോപ്പ് എന്ന രീതിയിൽ തന്നെ, അതുകൊണ്ട് ഇടുക്കി ജില്ല മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഒപ്പം ഇവിടെ ഈ ഒരു മലമുകളിൽ മറ്റ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം അങ്ങനെ ശല്യങ്ങൾ കൂടുതലൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ആക്രമണമായിട്ടുണ്ടായിട്ടില്ല, പക്ഷേ വന്യമൃഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ആന നമ്മൾ വരുന്ന വഴിക്കാണ് ആന ഇറങ്ങി ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഴയും, നമ്മുടെ പള്ളിയിൽപ്പെട്ടതാണ് വാഴ നശിപ്പിക്കുകയും ചെയ്തു. അത് കൃഷി കുറച്ച് നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ കാട്ടുപന്നിയുണ്ട്, പക്ഷേ ഇതുവരെ ആളപായമോ അങ്ങനെയുള്ളതായിട്ട് ഒന്നും ഈ ഒരു നോമ്പ് കാലത്ത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മല കയറുന്നുണ്ട്. നമ്മുടെ കാർന്നന്മാർ, അതായത് പറയുവാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ അപ്പനും അങ്ങനെ കുറേ വ്യക്തികൾ ചേർന്നാണ് ഈ കുരിശുമല ഇത് വെട്ടി തെളിക്കാതെ സ്ഥാപിക്കാൻ അച്ഛന്മാരുടെ കൂടെ നിന്ന് അന്ന് വിരലെണ്ണ ഉള്ള ആൾക്കാരെ ഉള്ളാരെന്ന് പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ആ തലമുറ കഴിഞ്ഞാണ് ജോർജ് മിശ്രി എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് സ്ഥാനം വെക്കുകയും പിന്നെ പുള്ളിയുടെ നേർന്നോട്ടുള്ള ഈ വികസനങ്ങളെല്ലാം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഈ കുരിശുമല ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ആരോപണം ചെയ്ത് വന്നത് സിൽവൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. ഈ കുരിശ് ഓരോ കുടുംബക്കാർ വെച്ചതാണ്, ഓരോ ഗ്രോട്ടയും ഓരോ കുടുംബക്കാർ സ്ഥാപിച്ചതാണ്. അവരുടെ പേരും കുത്തി ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ബലിയർപ്പിക്കുവാനും അത് പ്രസംഗം നടത്തുവാനും എല്ലാത്തിനും സാധിച്ചു. അപ്പോൾ ഈ ഒരു കുരിശുമലയുടെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വർഷത്തെ ഈ ഒരു നോമ്പ് കാലത്തെ പ്രധാന ശുശ്രൂഷകളൊക്കെ ഏതൊക്കെ ആയിരിക്കും ഈ ഒരു കുരിശുമല കയറ്റവുമായി ബന്ധപ്പെട്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു സാഹസികമായിട്ടുള്ളൊരു കുരിശുമലയാണ്. അതുകൊണ്ട് ദുർഘടമായിട്ടുള്ള സമയങ്ങൾ, പ്രത്യേകിച്ച് കാലവർഷത്തിൻ്റെ മാസങ്ങളിൽ നമുക്കിവിടെ കയറുക അത്ര എളുപ്പമല്ല. അത് കഴിയുമ്പോൾ ഈ മല വളരെ സജീവമാകും. ഒത്തിരി പേര് ഈ മലയിൽ അവരെ പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ സമീപപ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ നിന്നായിട്ട് ട്രക്കിങ്ങിനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മലയെ സംബന്ധിച്ച് വിജയപുരം രൂപത ഇൻഫൻറ്റ് ജീസസ് ഇടവകയിലെ ഈ മല അന്വേഷിച്ച് വരുന്നവർ ഏറ്റവും അധികം വിശ്വാസികളാണ്. തപസ്സുകാലം ഈ ഒരു മലകയറ്റത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അത് എല്ലാ ദിവസങ്ങളിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് മല കയറുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ തപസ്സുകാലത്തിൻ്റെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കുരിശുമല കയറ്റമുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ, വിജയപുരം രൂപതയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ 6-ാം വെള്ളി അല്ലെങ്കിൽ 40-ാം വെള്ളിയിൽ ഇവിടെ രൂപതാ തല യുവജനങ്ങളുടെ കുരിശുമല കയറ്റമുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം രൂപതയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം പീരുമേട് ഫെറോനയിലെ എല്ലാ വിശ്വാസികളും വൈദികരുടെ നേതൃത്വത്തിൽ 22-ാം തീയതി, മാർച്ച് 22-ാം തീയതി കുരിശുമല കയറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം കുരിശുമല കയറ്റം ഒരു മേഖലയുടെ മൊത്തം ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ അനേകായിരങ്ങൾ ഈ കുരിശുമല ചവിട്ടുകയും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കുരിശുമരണത്തിലും വീർപ്പിലും പങ്കെടുക്കുവാനായിട്ട് തയ്യാറാവുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു കുരിശുമല കയറ്റത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ മലമുകൾ എന്നും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏലപ്പാറ കുരിശുമലയുടെ മുകളിൽ വന്നു നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ദൈവസാന്നിധ്യം, ദൈവമായുള്ള അടുത്തുള്ള
ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാന്തമായി നമ്മൾ ഈ ഒരു മലമുകളിൽ നിൽക്കുമ്പോൾ അത്രത്തോളം സ്വർഗം അടുത്തെന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. കുരിശുമലകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കേരളത്തിലെ മറ്റൊരു പ്രധാന കുരിശുമലകൾ നമുക്ക് പരിചയപ്പെടാം. നന്ദി.